ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. അപ്രഖ്യാപിത പവർക്കട്ട്. എരുമപ്പെട്ടിയിലെ KSEB കുണ്ടന്നൂർ ഡിവിഷൻ ഓഫീസിൽ ജനങ്ങളുടെ വൻ പ്രതിഷേധം. തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ തുടങ്ങിയ പ്രതിഷേധം ചൊവ്വാഴ്ച പുലർച്ചെ 4 മണി വരെ തുടർന്നു. പ്രതിഷേധത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ഒരു ക്ഷാമക്കുരാതിരില്ലേ ഞങ്ങളല്ലാതെ നിങ്ങളോട് അപമര്യാദ മോശമൊന്നും പെരുമാറിയിട്ടില്ല. നിങ്ങളോട് അപമര്യാദയായിട്ട് വാക്ക് സംസാരിക്കുകയോ മോശമായിട്ട് പ്രവർത്തിക്കുകയോ ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറി കലാപുണ്ടാക്കുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങളെന്തുകൊണ്ടത് കൊണ്ട് നിൽക്കണേ? ഞങ്ങളുടെ പ്രയാസം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഡ്യൂട്ടിയിലേക്ക് നിങ്ങൾക്ക് ശമ്പളമായിരിക്കേ. ഞങ്ങൾക്ക് നാളെ ഡ്യൂട്ടിക്ക് പോകേണ്ട ആളുകളവരൊക്കെ അത് നിങ്ങൾ മനസ്സിലാക്കും. അത് മനസ്സിലാക്കിയിട്ട് പെരുമാറും. ഇത്ര ആളുകൾ നാളെ നേരെ വെച്ചാൽ ജോലിക്ക് പോണ്ടേ? നാളത്തെ പൈസ ഇന്ന് നാളെ എന്ത് ഒരു മര്യാദയില്ലേ? ജോലിക്ക് പോണ്ട മനുഷ്യന്മാരാണല്ലോ. അതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയല്ലോ. ആ കുട്ടികൾ നിങ്ങൾ ആളേക്ക് കൈക്കുഞ്ഞുങ്ങളായിട്ട് അമ്മമാര് ഇതിനുള്ളിൽ വന്നിരിക്കണമെങ്കിൽ അവിടെ എത്തിക്കാം. അതിന്റെ ഒരു പരിസ്ഥിതി നിങ്ങൾ കാണിക്കോ? ഞങ്ങളെ സാറുമാരേനും ബഹുമാനിച്ചു. നിങ്ങളൊരു ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഒരു സർക്കാർ സ്ഥാപനത്തിൽ മര്യാദ കാണിക്കുമ്പോൾ വിട്ടികളാക്കരുത്. അല്ല എനിക്ക് നിങ്ങൾ ഞങ്ങളാണോ വിളിക്കണേ? ഇന്ന് ഞങ്ങളെ വിളിക്കണ്ടേ? അയാളെ ഈ ഓഫീസിലെ ഉദ്യോഗസ്ഥനടിച്ച് ഇങ്ങോട്ട് വരാൻ പറയും. അതിൽ പറയണ്ടേ? ഇതെന്തായാലും ആളുകളെ പൊട്ടന്മാരാ. എരുമപ്പെട്ടി, കടങ്ങോട്, വരവൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ഉപഭോക്താക്കളാണ് മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സപ്പെട്ടതിനെ തുടർന്ന് എരുമപ്പെട്ടിയിലെ കുണ്ടന്നൂർ ഡിവിഷൻ ഓഫീസിൽ അർദ്ധരാത്രിയിലെത്തി പ്രതിഷേധിച്ചത്. കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള കുട്ടികളുമായി സ്ത്രീകളും വൈദ്യുതി ഓഫീസിൽ എത്തിയിരുന്നു. പലരും പായ വിരിച്ച് ഓഫീസിനുള്ളിലും പുറത്തും കിടന്ന് പ്രതിഷേധിച്ചു. KSEB ഓഫീസിൽ തുടർച്ചയായി വിളിച്ചിട്ടും ഫോൺ എടുക്കാത്തതിനെ തുടർന്നാണ് കറണ്ട് ഇല്ലാതെ വലഞ്ഞ പല പ്രദേശങ്ങളിലുമുള്ളവർ നേരിട്ട് ഓഫീസിലെത്തിയത്. കൃത്യമായ മറുപടി ഞങ്ങൾ നിന്നേന് വരെ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. കൂടുതൽ കളിച്ചോ അല്ല, ഇനി ഞങ്ങൾ നിന്നേനും കൂടി നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. ഇതൊരു കാരണമില്ലാത്തൊരു സമാധാനം. സമയത്ത് നോക്കോ 2:30 മണിയായി. 12 മണിക്ക് വന്നിട്ട് മനുഷ്യന്മാരല്ലേ? അല്ല, ഇനി ഇയാളെ അല്പെങ്കിലും കറണ്ട് പിടിച്ച് ചത്ത അതിന് ലൈനില്ലല്ലോ. ഒരു മര്യാദ വേണ്ട. നമ്മള് ആൾക്കാരല്ലേ, പണിക്ക് പോണ്ട നേരം വിളിച്ചോ. ഇവനിരിക്കണേന് ശമ്പള അല്ല, ഈ ഇവനിരിക്കണേന് ശമ്പള. ഇല്ലെങ്കിൽ കാര്യം ചെയ്യും. എന്തെങ്കിലും സംവിധാനം ആരും പുറത്തേക്ക് പോണ്ടേ? എന്ത് പറ്റിക്ക് പോണേ? എന്താ പറ്റിക്ക് പോലെ ഇനി അങ്ങനെ പറ്റിക്ക് പോണ്ട കാര്യമില്ല. പരമാവധി ക്ഷമിച്ചിട്ട് പ്രതിഷേധം പല ഘട്ടങ്ങളിലും സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. സ്ഥലത്തെത്തിയ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് അറിയിച്ചത് നാട്ടുകാരും പോലീസും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റത്തിനും ഇടയാക്കി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുണ്ടന്നൂർ സെക്ഷന് കീഴിലെ പല പ്രദേശങ്ങളിലും പകലും രാത്രിയും നിരന്തരം വൈദ്യുതി തടസ്സം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല പ്രദേശങ്ങളിലും രാത്രിയിൽ ഒട്ടും വൈദ്യുതി ലഭിക്കാത്ത അവസ്ഥയാണ്. കനത്ത ചൂടിൽ കുട്ടികളും പ്രായമായവരും കിടപ്പ് രോഗികളും ഉൾപ്പെടെയുള്ളവർ ബുദ്ധിമുട്ട് നേരിടുകയാണ്. തിങ്കളാഴ്ച രാത്രി 11 മണി മുതൽ ചൊവ്വാഴ്ച രാവിലെ 6 മണി വരെ പല പ്രദേശങ്ങളിലും വൈദ്യുതി തടസ്സപ്പെട്ടു. പ്രധാന ഫീഡറിൽ തകരാർ സംഭവിച്ചതാണ് വൈദ്യുതി മുടങ്ങാൻ കാരണമെന്നാണ് ജീവനക്കാർ പറയുന്നത്. അതേസമയം തകരാർ പരിഹരിക്കുവാനും ലൈൻ മാറ്റി ചാർജ് ചെയ്യുവാനും കട്ട് ഓഫായ സംവിധാനം പരിഹരിക്കുവാനും രാത്രികാലങ്ങളിൽ ആവശ്യമായ ജീവനക്കാരില്ലാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. തിങ്കളാഴ്ച രാത്രിയിൽ 2 ലൈൻമാൻമാർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് പറയുന്നു. പ്രതിഷേധക്കാരുടെ ആവശ്യപ്രകാരം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിയോടെ സ്ഥലത്തെത്തി ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയാണ് നാട്ടുകാർ പിരിഞ്ഞുപോയത്. ഞങ്ങൾ വന്ന കാര്യം ഇത്രേ ഉള്ളൂ. ഇദ്ദേഹത്തിൽ നിന്ന് അറിയാം പവർ കട്ട് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാൻ ആവശ്യമില്ല. ഞങ്ങൾ അറിഞ്ഞു. അദ്ദേഹത്തോട് ഞങ്ങൾക്കുള്ള ആകൊരൊറ്റ പരാതിയുള്ളൂ. അത് ഫോൺ എടുക്കുക, ഞങ്ങളോട് കാര്യം പറയാം. കറണ്ട് പോകുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം, ഇത്ര മണിക്ക് ഓഫ് ചെയ്യുന്നുണ്ട്. മുൻകൂർ ഒരു SMS ഇടാം.
ബദൽ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ജനറേറ്റർ രാത്രി സമയത്ത് ഓടിയിട്ട് കിട്ടാൻ പറ്റ പാട് ഞങ്ങൾ അനുഭവിച്ച ദുരന്തം കുറച്ചുണ്ട്. നാട്ടിൽ സോഷ്യൽ രംഗത്ത് നിൽക്കുമ്പോണ്ടാവുന്ന ബുദ്ധിമുട്ട് അറിയാലോ. കാരണം അത് പോകുന്നു മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം കൊടുത്തിട്ട് ഞങ്ങളുടെ പ്രശ്നം ഇത്ര മണിക്ക് പോയി ഇത്ര മണിക്ക് വരും. നിങ്ങളല്ലാത്ത ദിവസമൊക്കെ എച്ച്.ടി.യിലെയും കട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളൊക്കെ മുൻകൂർ പ്ലാൻ ചെയ്തിട്ടല്ലേ ഇലക്ട്രിസിറ്റിമേ ഈ സാധനം തൊടുള്ളൂ. കത്തി പോണേ നിങ്ങൾ അതിനാക്കി കുറ്റം പറയില്ല. ഇപ്പൊ ഒരു അപകടം ഉണ്ടായി ഞങ്ങൾ പരാതിയില്ല. പക്ഷെ വലിക്കുമ്പോ ഇനി ഇതുവരെ കൊടുത്ത സ്ഥലത്തൊന്നും മാറ്റി കൊടുത്തിട്ട് പോവുകയാണ്. നിങ്ങളോട് ഒരിക്കലും ഞങ്ങൾ ഇത്ര സമയം ഇവിടെ നിൽക്കാൻ അതേസമയം പവർ കട്ട് ഉണ്ടെന്നും ചൊവ്വാഴ്ച സംഭവിച്ചത് ചെറിയ തകരാറാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം വൈദ്യുതി തകരാർ പരിഹരിക്കാൻ കഴിയാമായിരുന്നിട്ടും ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും അനാസ്ഥയാണ് വൈദ്യുതി തടസ്സത്തിന് ഇടയാക്കിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. 3:30 ഇനി വരാതിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഓഫീസ് അടച്ചുപൂട്ടും. അതിനൊരു സംശയവുമില്ല. അതിന്റെ പേരിൽ ഞങ്ങൾക്ക് കൊലക്കാരാണ് വിധിക്കുന്നതെങ്കിൽ ആ കാര്യം ഞങ്ങൾ പൂമാലയായി സ്വീകരിക്കും. ഈ സമയത്ത് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. കാരണം ഗതികേട് കൊണ്ട് പറയുന്നതാണ്. ആരോടും വെല്ലുവിളിയല്ല, ആരോടും ഒരു തട്ടുത്തരത്തിനോ തർക്കത്തിനോ വന്നതുമല്ല. അതുകൊണ്ട് അടിയന്തരമായി ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഇനിയും വിളിച്ചവരെ കൊണ്ട് വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഓഫീസിന്റെ ആവശ്യമില്ല. ഇതിന്റെ ആവശ്യമില്ലല്ലോ. ഇത് ആവശ്യമെന്ന് പറയുന്ന ആവശ്യത്തിന് ഉപയോഗിക്കാനാണ്. ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരും ആവശ്യക്കാരും ഇല്ലെങ്കിൽ ഇത് അടച്ചുപൂട്ടുന്നതല്ലേ നല്ലത്. You are watching VCV News.